ജാതീയത ക്ലാസ് മുറികളിൽ രൂഢം മൂലമായി കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ കേന്ദ്രീകരിച്ചുകൊണ്ട് ജാതിക്കൊലകൾ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ ജാതീയത വിദ്യാർത്ഥികളുടെ ഇടയിൽ പ്രചരിക്കുന്നത് എങ്ങനെയാണ്? ഈ ജാതീയത ക്ലാസ് മുറികളിൽ കൂടുകൂട്ടുന്നത് എങ്ങനെയാണ്? അതിൻ്റെ പല കാരണങ്ങളും നമുക്കറിയാം. അധ്യാപകർ ഈ ജാതീയതയുടെ വാക്താക്കളായിട്ട് മാറുന്നുണ്ട്. സഹപാഠികൾ അതിൻ്റെ വാക്താക്കളായിട്ട് മാറുന്നുണ്ട്. ഞാനിവിടെ സംസാരിക്കാനായിട്ട് ഉദ്ദേശിക്കുന്നത് എങ്ങനെയാണ് കരിക്കുലം, എങ്ങനെയാണ് സിലബസ് ഈ ജാതീയതയുടെ വാക്താവായി മാറുന്നത് എന്ന് പറയാൻ വേണ്ടിയിട്ടാണ്. ഇതിൽ ഞാൻ പ്രധാനമായിട്ടും പറയാനായിട്ട് ഉദ്ദേശിക്കുന്നത് NCERT പാഠപുസ്തകങ്ങളിലൂടെ ജാതീയത വിദ്യാർത്ഥികളുടെ, എസ്പെഷ്യലി സ്കൂൾ വിദ്യാർത്ഥികളുടെ ഇടയിൽ പ്രചരിക്കുന്നത് എങ്ങനെയാണ് എന്ന് പറയാൻ വേണ്ടിയിട്ടാണ്. പുതിയതായിട്ട് പ്രസിദ്ധീകരിക്കപ്പെട്ടിട്ടുള്ള NCERT ടെക്സ്റ്റ് ബുക്കുകൾ അത് ഭരണകൂടത്തിൻ്റെ ജാതീയ വീക്ഷണത്തിൽ നിന്ന് രചിക്കപ്പെട്ട പുസ്തകങ്ങളാണ് എന്ന് പറയേണ്ടതായിട്ടുണ്ട്. ഇന്ത്യയുടെ പൗരാണിക കാലത്തെ മഹത്വവൽക്കരിക്കുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഈ പുസ്തകങ്ങളിലൂടെ പ്രചരിപ്പിക്കപ്പെടുന്നുണ്ട്. അതുമാത്രമല്ല, പ്രാചീന കാലഘട്ടങ്ങളിൽ ഉണ്ടായിരുന്ന ജാതി ശ്രേണിയെക്കുറിച്ചുള്ള ചർച്ചകളെ മറച്ചു വയ്ക്കുന്നതും ഈ NCERT ടെക്സ്റ്റ് ബുക്കുകളുടെ സവിശേഷതയാണ്. ജാതിയെ ഉറപ്പിക്കുകയും പ്രഖ്യാപിക്കുകയും ചെയ്യുന്ന പ്രാചീന ഗ്രന്ഥങ്ങളെ മഹത്വവൽക്കരിക്കുന്ന കാര്യങ്ങളും ഈ NCERT ടെക്സ്റ്റ് ബുക്കുകൾ ചെയ്യുന്നുണ്ട്. NCERT ടെക്സ്റ്റ് ബുക്കുകളിലൂടെ ചരിത്രം വികലമാക്കപ്പെടുന്നതും നമുക്ക് കാണാനായിട്ട് സാധിക്കും. ജാതിയെ സാധാരണവൽക്കരിക്കുന്നത് നമുക്ക് കാണാനായിട്ട് സാധിക്കും. ജാതിയെ ന്യായീകരിക്കുന്നത് നമുക്ക് കാണാനായിട്ട് സാധിക്കും. ജാതിക്ക് നിയമസാധുത നൽകുന്നത് നമുക്ക് കാണാനായിട്ട് സാധിക്കും. നമ്മുടെ രാജ്യത്തിൻ്റെ ഭരണഘടന ഉയർത്തിപ്പിടിക്കുന്ന സമത്വം, സാമൂഹിക നീതി തുടങ്ങിയ ആശയങ്ങൾ അട്ടിമറിക്കപ്പെടുന്നതും നമുക്ക് കാണാനായിട്ട് സാധിക്കും. ജാതിയെക്കുറിച്ച് നമ്മൾ ചർച്ച ചെയ്യുമ്പോൾ ആദ്യമായിട്ട് ഉയർന്നു വരുന്ന രണ്ട് ആശയങ്ങളാണ് വർണ്ണവും ജാതിയും. ഈ വർണ്ണത്തെക്കുറിച്ചും ജാതിയെക്കുറിച്ചും NCERT ടെക്സ്റ്റ് ബുക്കുകൾ എന്ത് പറയുന്നു എന്ന് നമുക്ക് വളരെ ചെറിയ രീതിയിൽ ഒന്ന് ചർച്ച ചെയ്യാം. 7ാം ക്ലാസ്സിലെ NCERT ടെക്സ്റ്റ് ബുക്കിലാണ് ജാതിയെക്കുറിച്ചും വർണ്ണത്തെക്കുറിച്ചും വിവരിക്കുന്ന ഒരു പ്രധാനപ്പെട്ട പാഠഭാഗമുള്ളത്. അത് ഇങ്ങനെ പറയുന്നു: ഇന്ത്യയിൽ സമൂഹം 2 ഫോൾഡ് സിസ്റ്റമായിട്ടാണ് ക്രമീകരിക്കപ്പെടുന്നത്. അത് വർണ്ണവും ജാതിയുമാണ്. ജാതിയെ നിർവചിക്കുന്നത് ഇങ്ങനെയാണ്: ഒരു പ്രത്യേക തൊഴിൽ മേഖലയിൽ പെടുന്ന ആളുകളുടെ ഒരു കൂട്ടം അല്ലെങ്കിൽ ഒരു സമൂഹം എന്നുള്ള രീതിയിലാണ് ജാതിയെ ഈ ടെക്സ്റ്റ് ബുക്ക് വിശേഷിപ്പിക്കുന്നത്. ജാതിയെ നിർവചിക്കുന്നത് തൊഴിലിൻ്റെ അടിസ്ഥാനത്തിലാണ്. ഉദാഹരണമായിട്ട് കൃഷി ചെയ്യുന്നവർ ഒരു ജാതി വിഭാഗമാണ്, വാണിജ്യം ചെയ്യുന്നവർ ഒരു ജാതി വിഭാഗമാണ്, കരകൗശലം ചെയ്യുന്നവർ ഒരു ജാതി വിഭാഗമാണ്. ഈ രീതിയിൽ ജാതിയെ വളരെ വ്യക്തമായിട്ട് ഒക്യുപ്പേഷനായിട്ട്, തൊഴിലുമായിട്ട് ബന്ധിപ്പിക്കുന്നത് നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഇത് തലമുറയിലൂടെ കൈമാറ്റം ചെയ്യപ്പെടുന്നു എന്നും ഈ ടെക്സ്റ്റ് ബുക്കുകൾ വിവരിക്കുന്നത് നമുക്ക് കാണാനായിട്ട് സാധിക്കും. ചുരുക്കി പറയുകയാണെന്നുണ്ടെങ്കിൽ വിവേചനവും ചൂഷണവും ഒന്നും ഇല്ലാത്ത സമത്വം നിറഞ്ഞ ഒരു സംവിധാനമാണ് ജാതി. അത് തൊഴിലിൻ്റെ അടിസ്ഥാനത്തിൽ വിഭജിക്കപ്പെട്ട ഒരു സംവിധാനമാണ് ജാതി എന്നുള്ള രീതിയിലുള്ള ഒരു വിവരണമാണ് നമുക്ക് ഈ പുസ്തകത്തിൽ കാണാനായിട്ട് സാധിക്കുന്നത്. ഞാൻ ആദ്യം പറഞ്ഞ രീതിയിലുള്ള വികലമായിട്ടുള്ള ഒരു ചരിത്ര ആഖ്യാനമാണ് എന്ന് പറയാതിരിക്കാനായിട്ട് ആകില്ല. ഈ ജാതി വ്യവസ്ഥ എന്ന് പറയുന്നത് അത് ബ്രാഹ്മണ ചൂഷണ സംവിധാനത്തിൻ്റെ അല്ലെങ്കിൽ സമ്പ്രദായത്തിൻ്റെ അവിഭാജ്യ ഘടകമാണ് എന്ന് നമ്മൾ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല. എല്ലാ ജാതികൾക്കും ഒരേ പദവിയല്ല ഉള്ളത് എന്നുള്ളത് അതും നമ്മൾ പ്രത്യേകിച്ച് എടുത്തു പറയേണ്ട കാര്യമില്ല. ചോദ്യം ഇതാണ്: ജാതിയെ നിർണ്ണയിക്കുന്നത് പ്രധാനമായിട്ടും തൊഴിലാണോ അല്ലെങ്കിൽ തൊഴിൽ മാത്രമാണോ എന്നുള്ള ഒരു ചോദ്യമുണ്ട്. ലൂയിസ് ഡ്യുമോണ്ട് പോലെയുള്ള ചിന്തകർ പറയുന്നത് ജാതിയുടെ പ്രധാന തത്വം അത് തൊഴിൽ അല്ല എന്നുള്ളതാണ്. ജാതിയുടെ പ്രധാന തത്വം എന്ന് പറയുന്നത് ശുദ്ധതയും അശുദ്ധതയുമാണ്, പ്യൂരിറ്റി ആൻഡ് പൊല്യൂഷനാണ്. ആരാണ് ഈ പ്യൂരിറ്റി ആൻഡ് പൊല്യൂഷൻ എന്ന് പറയുന്നൊരു കോൺസെപ്റ്റ് ഉണ്ടാക്കുന്നത്? അത് വരേണ്യ ജാതി എന്ന് വിളിക്കപ്പെടുന്ന ബ്രാഹ്മണ ജാതിയിലുള്ള ആളുകളാണ് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഈ പ്യൂരിറ്റി ആൻഡ് പൊല്യൂഷൻ്റെ അടിസ്ഥാനത്തിലുള്ള ഹൈറാർക്കി, ശ്രേണീകരണമാണ് ഈ ജാതിയുടെ അടിസ്ഥാനം എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ജാതിയെ ഉറപ്പിക്കുന്നത് സ്വജാതി വിവാഹങ്ങളാണ്, എൻഡോഗമിയാണ് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അതിൽ തൊഴിൽ വളരെ ചെറിയ ഒരു ഘടകം മാത്രമാണ് എന്നുള്ള മനസ്സിലാക്കലും നമുക്കുണ്ട്. ഈ തൊഴിലായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യം, തൊഴിലിൻ്റെ അടിസ്ഥാനത്തിലാണ് എന്നുണ്ടെങ്കിൽ
ജെൻഡർ വെച്ച് പരിശോധിക്കുമ്പോൾ ബ്രാഹ്മണ സ്ത്രീയുടെ ജാതി എന്താണ് എന്ന് നമ്മൾ ചോദിക്കേണ്ടതുണ്ട്, ക്ഷത്രിയ സ്ത്രീയുടെ ജാതി എന്താണ് എന്ന് നമ്മൾ ചോദിക്കേണ്ടതുണ്ട്. അപ്പോൾ ചുരുക്കി പറയുകയാണെന്നുണ്ടെങ്കിൽ ജാതിയെ തൊഴിലുമായിട്ട് മാത്രം കൂട്ടിക്കെട്ടുന്ന ചരിത്ര ആഖ്യാനം അത് പൂർണ്ണമായിട്ടും തെറ്റാണ്. ആ രീതിയിലുള്ള ആഖ്യാനമാണ് NCERT ടെക്സ്റ്റ് ബുക്കുകളിലൂടെ നടത്തപ്പെടുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. NCERT ടെക്സ്റ്റ് ബുക്കുകൾ ഉപജാതികളെക്കുറിച്ചും സബ് കാസ്റ്റുകളെക്കുറിച്ചും വിവരിക്കുന്നുണ്ട്. അത് കുറേ കൂടി പ്രശ്നം പിടിച്ച ഒരു കാര്യമാണ്. അത് വിവരിക്കുന്നത് ഇങ്ങനെയാണ്: ഓരോ ഉപജാതിയും നിലനിൽക്കുന്നത് അവയുടേതായിട്ടുള്ള ആചാരങ്ങളും പാരമ്പര്യങ്ങളും സ്വയം വികസിപ്പിച്ചെടുത്തുകൊണ്ടാണ് എന്നാണ്. ഉദാഹരണമായിട്ട് അവയുടേതായിട്ടുള്ള പാരമ്പര്യങ്ങളും അതുപോലെ തന്നെ ആചാരങ്ങളുമായിട്ടുള്ള വിവാഹം, മറ്റ് പല ആചാരങ്ങൾ, ഭക്ഷണശീലങ്ങൾ എന്നിവയൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടുകൊണ്ടാണ് ഉപജാതികൾ നിലനിൽക്കുന്നത് എന്നാണ് ഈ ടെക്സ്റ്റ് ബുക്കുകൾ പ്രധാനമായിട്ടും പറയുന്നത്. ഈ മേൽപ്പറഞ്ഞ പ്രസ്താവന ഈ വിവാഹത്തിനും ആചാരങ്ങൾക്കും ഭക്ഷണശീലങ്ങൾക്കും ഒക്കെ പ്രാധാന്യം കൊടുക്കുന്നുണ്ടല്ലോ. പക്ഷേ ഈ വിവാഹവും ആചാരങ്ങളും ഭക്ഷണശീലങ്ങളും എല്ലാം തന്നെ അസമത്വത്തിൽ അധിഷ്ഠിതമാണ് എന്നുള്ള കാര്യത്തെക്കുറിച്ച് ഈ ടെക്സ്റ്റ് ബുക്കുകളൊന്നും തന്നെ മിണ്ടുന്നില്ല എന്നുള്ള കാര്യവും നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഈ ആചാരാനുഷ്ഠാനങ്ങൾ മേൽത്തട്ടിൽ നിന്ന് താഴെത്തട്ടിലേക്ക് ശ്രേണീബദ്ധിതമായിട്ട് പോകുന്ന ഈ ആചാരാനുഷ്ഠാനങ്ങൾ, ഈ ശ്രേണി സൃഷ്ടിക്കുന്ന ആചാരാനുഷ്ഠാനങ്ങൾക്ക് തുടക്കം കുറിച്ചത് മേൽജാതിയിൽ, ഈ ജാതി ശ്രേണിയിലെ മേൽജാതിക്കാരാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുന്നുണ്ട്. അതിനെക്കുറിച്ചുള്ള യാതൊരുവിധ റെഫറൻസുകളും ഈ ടെക്സ്റ്റ് ബുക്കുകളിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കില്ല. അവ സൃഷ്ടിച്ചത് ജാതി ശ്രേണിയിലെ ഉന്നതരായിട്ട് നിൽക്കുന്ന ജാതികൾ താഴെത്തട്ടിലുള്ള ജാതികളെ ചൂഷണം ചെയ്യാനായിട്ടാണ് എന്നുള്ള കാര്യവും ഈ ടെക്സ്റ്റ് ബുക്കുകൾ മിണ്ടുന്നില്ല എന്നതും നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ചുരുക്കത്തിൽ ജാതിയുടെ, ജാതീയതയുടെ ചൂഷണത്തിൻ്റെ എല്ലാ തരത്തിലുമുള്ള ഭീകരതയെയും പൂർണ്ണമായും മറയ്ക്കുന്ന ഒരു തരത്തിലുള്ള ആഖ്യാനമാണ് ഈ ടെക്സ്റ്റ് ബുക്കുകൾ മുന്നിലേക്ക് വെക്കുന്നത്. ഈ പാഠപുസ്തകങ്ങൾ പറയുന്നത് പോലെയാണ് ജാതി പ്രവർത്തിക്കുന്നതെങ്കിൽ സമകാലിക ഇന്ത്യയിൽ എന്തുകൊണ്ടാണ് ഇപ്പോഴും ജാതി അടിച്ചമർത്തൽ തുടരുന്നു എന്നുള്ള ഒരു ചോദ്യമുണ്ട്. ജാതി ശ്രേണിയിലെ ഓരോ ജാതിയും അല്ല ഈ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ഭക്ഷണശീലങ്ങളും ഉണ്ടാക്കുന്നത്, മറിച്ച് മേൽജാതിക്കാർ ജാതി ശ്രേണിയിലെ ഈ ജാതി സ്വത്വം രൂപീകരിക്കുന്നതിന് വേണ്ടിയിട്ട് വളരെ വ്യക്തമായിട്ട് മേൽജാതിക്കാർക്ക് ആവശ്യമായിട്ടുള്ള തൊഴിൽ അവർക്ക് ഈ ചൂഷിത ജാതിക്കാരെ കൊണ്ട് ചെയ്യിപ്പിക്കാൻ വേണ്ടിയിട്ട് കൃത്യമായിട്ട് ഉണ്ടാക്കിയ ഒരു സംവിധാനമാണ് ജാതി എന്നുള്ള കാര്യവും നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ചുരുക്കി പറയുകയാണെന്നുണ്ടെങ്കിൽ ജാതി വ്യവസ്ഥിതിയുടെ അടിച്ചമർത്തൽ സ്വഭാവത്തെ പൂർണ്ണമായിട്ടും തെറ്റിദ്ധരിപ്പിക്കുന്ന ഒരു നിലപാടാണ് ഈ പാഠപുസ്തകങ്ങൾ മുന്നോട്ട് വയ്ക്കുന്നത്. ഇനി വർണ്ണത്തെക്കുറിച്ച് പറയുകയാണ് എന്നുണ്ടെങ്കിൽ വർണ്ണത്തെക്കുറിച്ച് നമുക്കറിയാം, ടെക്സ്റ്റ് ബുക്കുകൾ പറയുന്നതും നമുക്കറിയാവുന്നത് പോലെ തന്നെയാണ്, പൊതുവെ ഒരു ഹ്യൂമൻ ലോജിക്കിലുള്ള കാര്യം തന്നെയാണ്. 4 വർണ്ണങ്ങളുണ്ട്. ഒന്നാമത്തേത് ബ്രാഹ്മണർ എന്ന് പറയുന്നത് വിജ്ഞാനം സംരക്ഷിക്കുന്നവരും പ്രചരിപ്പിക്കുന്നവരും ആചാരങ്ങൾ നിർവഹിക്കുന്നവരുമാണ്. ക്ഷത്രിയർ എന്ന് പറയുന്നത് സമൂഹത്തെയും രാജ്യത്തെയും സംരക്ഷിക്കുന്നവരാണ്, ആവശ്യമെങ്കിൽ യുദ്ധത്തിൽ ഏർപ്പെടുന്നവരും കൂടിയാണ്. വൈശ്യർ എന്ന് പറയുന്ന വിഭാഗം വ്യാപാരം, കൃഷി തുടങ്ങിയ തൊഴിലുകളിലൂടെ സമൂഹത്തിൻ്റെ സമ്പത്ത് വർദ്ധിപ്പിക്കുന്നവരാണ്. ശൂദ്രർ എന്ന് പറയുന്നത് അവർ ആർട്ടിസാൻസ്, അതുപോലെ വർക്കേഴ്സ്, പക്ഷെ ഭൂരിഭാഗവും സെർവൻസ്, ഭൃത്യർ ആയിട്ടുള്ളവരാണ് എന്നുള്ള രീതിയിലുള്ള വിവരണം തന്നെയാണ് ഈ ടെക്സ്റ്റ് ബുക്കുകളും പറയുന്നത്. ഈ ബ്രാഹ്മണരുടെ കടമ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ വിജ്ഞാനം സംരക്ഷിക്കുകയും പ്രചരിപ്പിക്കുകയും ചെയ്യുകയാണ് എന്ന് ഉറപ്പിച്ചു പറഞ്ഞുകൊണ്ട് വിജ്ഞാനത്തിൻ്റെ കുത്തക മുഴുവനായിട്ട് ബ്രാഹ്മണർക്ക് കൊടുക്കുന്നത്, ഈ ടെക്സ്റ്റ് ബുക്കുകൾ ബ്രാഹ്മണർക്ക് കൊടുക്കുന്നത് നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഈ വർണ്ണ വ്യവസ്ഥിതിയുടെ ശ്രേണീബദ്ധമായ അസമത്വ ചൂഷണത്തെ ഈ ടെക്സ്റ്റ് ബുക്കുകൾ വിമർശനാത്മകമായി വിലയിരുത്തുന്നില്ല എന്നുള്ളത് നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ചുരുക്കത്തിൽ വർണ്ണശ്രേണിയിൽ ഏറ്റവും മുകളിലുള്ള വർണ്ണത്തിൻ്റെ സാമൂഹിക ഇടപെടൽ അതെന്താണ്? അത് വിജ്ഞാനത്തിൻ്റെ സംരക്ഷിക്കലും പ്രചരിപ്പിക്കലുമാണ്. അതിനെ ഏറ്റവും താഴെയുള്ള വർണ്ണത്തിൻ്റെ സാമൂഹിക ഇടപെടൽ അതെന്താണ്? മറ്റു വർണ്ണങ്ങളിലുള്ളവർക്ക് ഭൃത്യവേല ചെയ്യുക എന്നുള്ളതാണ്. ഇതിനെ കൃത്യമായിട്ട് ഉറപ്പിക്കുന്ന ഒരു വിവരണമാണ് ഈ ടെക്സ്റ്റുകൾ ചെയ്യുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത്. പാഠപുസ്തകം പറയുന്ന മറ്റൊരു രസകരമായിട്ടുള്ള കാര്യമുണ്ട്. അതിതാണ്, ജാതി വ്യവസ്ഥ പ്രാചീന കാലഘട്ടത്തിൽ ഫ്ലെക്സിബിൾ ആയിട്ടുള്ള ഒരു വ്യവസ്ഥയായിരുന്നു. അത് കാലക്രമേണ, പ്രത്യേകിച്ച് ഇന്ത്യയിൽ ബ്രിട്ടീഷ് ഭരണ കാലഘട്ടത്തിൽ
കൂടുതൽ റിജിഡായിട്ട് മാറി എന്ന് വ്യക്തമായി വിവരിക്കുന്ന ഭാഗം ഈ ടെക്സ്റ്റ് ബുക്കിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഇവിടെ ഫ്ലെക്സിബിലിറ്റി, റിജിഡിറ്റി തുടങ്ങിയിട്ടുള്ള പദങ്ങളെ നമുക്ക് ലളിതമായിട്ട് പറഞ്ഞു പോകാനായിട്ട് സാധിക്കില്ല. ഈ മേൽത്തട്ടിലുള്ള ഒരു കൂട്ടം ജാതികൾക്ക് താഴേക്കും മേലേക്കും ചലിക്കാനായിട്ട്, സാമൂഹികമായിട്ട് ചലിക്കാനായിട്ടുള്ള കാര്യത്തെ നമുക്ക് ഫ്ലെക്സിബിലിറ്റി എന്ന് പറയാനായിട്ട് സാധിക്കില്ല. താഴെ തട്ടിലുള്ള ജാതി വിഭാഗങ്ങൾക്ക് മുകൾ തട്ടിലേക്ക് പോകാനായിട്ട് സാധിക്കുമായിരുന്നു എന്നുള്ള ചോദ്യം വളരെ വ്യക്തമായിട്ട് നമ്മൾ അഡ്രസ്സ് ചെയ്യുന്നുണ്ട്. ഈ ചോദ്യം ഈ ടെക്സ്റ്റ് ബുക്കുകളൊന്നും തന്നെ അഡ്രസ്സ് ചെയ്യുന്നില്ല. കാരണം താഴെത്തട്ടിലുള്ള ജാതിയിലുള്ളവർക്ക് മേൽത്തട്ടിലേക്ക് പോകാനായിട്ട് സാധിക്കുമായിരുന്നില്ല. പ്രാചീന കാലഘട്ടത്തിൽ വളരെ വ്യക്തമായിട്ട് ജാതി സമ്പ്രദായം നിലനിൽക്കുന്നത് തന്നെ ഈ രീതിയിലുള്ള ഈ സാമൂഹിക ചലനത്തെ, താഴെത്തട്ടിലുള്ള വിഭാഗങ്ങളുടെ സാമൂഹിക ചലനത്തെ തടയുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടെ തന്നെയാണ്. ഈ മേൽജാതിക്കാർക്ക് സപ്ലൈ ഓഫ് ലേബർ ഉറപ്പുവരുത്തുന്നതിന് വേണ്ടിയിട്ടാണ് താഴെത്തട്ടിലുള്ള ജാതി വിഭാഗങ്ങളെ താഴെത്തട്ടിൽ തന്നെ ഈ ജാതി വ്യവസ്ഥ നിലനിർത്തിയത് എന്നും നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഇതിനെക്കുറിച്ചെല്ലാം തന്നെ പാഠപുസ്തകം മൗനം പാലിക്കുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് ഇത് മാത്രമല്ല, ബ്രിട്ടീഷ് കൊളോണിയൽ കാലഘട്ടത്തിന് മുൻപുള്ള ഒരു ആ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന ജാതി അടിച്ചമർത്തലിന് ഈ ടെക്സ്റ്റ് ബുക്കുകൾ മൗനാനുവാദവും അംഗീകാരവും നൽകുന്നത് നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഈ ഇന്ത്യൻ ചരിത്രത്തിൽ ആഴത്തിൽ വേരൂന്നിയിട്ടുള്ള ജാതി വ്യവസ്ഥയുടെ സങ്കീർണതകളെ വസ്തുനിഷ്ഠമായും വിമർശനാത്മകമായും അവതരിപ്പിക്കുന്നതിന് പകരം എല്ലാത്തിനും കാരണം ബ്രിട്ടീഷുകാരാണ് എന്നുള്ള ചരിത്രവിരുദ്ധമായിട്ടുള്ള ഒരു നയമാണ് പാഠപുസ്തകം പിന്തുടരുന്നത്. NCERT ടെക്സ്റ്റ് ബുക്കുകളിലെ മറ്റൊരു ചരിത്ര വിരുദ്ധതയാണ് വേദിക് പീരീഡിനെ ഗോൾഡൻ പീരീഡായിട്ട്, സുവർണ കാലഘട്ടമായിട്ട് അവതരിപ്പിക്കുന്നത്. അതിൽ വളരെ വ്യക്തമായിട്ടുള്ള ജാതി വർക്ക് ചെയ്യുന്നുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. 6ാം ക്ലാസ്സിൽ സോഷ്യൽ സയൻസ് പാഠപുസ്തകത്തിൽ ഇന്ത്യാസ് കൾച്ചറൽ റൂട്ട്സ് എന്ന് പറയുന്ന ഒരു അധ്യായമുണ്ട്. ആ അധ്യായത്തിലാണ് ഈ വേദകാലഘട്ടത്തെ ഇന്ത്യയുടെ സുവർണ കാലഘട്ടമായിട്ട് അവതരിപ്പിക്കുന്നത്. വേദങ്ങളെ അവതരിപ്പിക്കുന്നത് ഇന്ത്യയുടെ കൾച്ചറൽ ട്രഷർ ആയിട്ടാണ്. വേദങ്ങളെ ലോകം അംഗീകരിച്ചിട്ടുണ്ട് എന്ന് ഈ പാഠപുസ്തകം വിദ്യാർത്ഥികളെ അറിയിക്കുന്നുണ്ട്. ഈ 2008 യുനെസ്കോ വേദ മന്ത്രോച്ചാരണത്തെ എ മാസ്റ്റർ പീസ് ഓഫ് ദ ഓറൽ ആൻഡ് ഇൻടാഞ്ചിബിൾ ഹെറിറ്റേജ് ഓഫ് ഹ്യൂമാനിറ്റി എന്ന് വിശേഷിപ്പിച്ചെന്നും ആ ഒരു പട്ടം നൽകിയെന്നും ഈ വിദ്യാർത്ഥികളെ ഈ ടെക്സ്റ്റ് ബുക്ക് അറിയിക്കുന്നുണ്ട്. അതായത് മാനവികതയുടെ വാമൊഴിയും അമൂർത്തവുമായിട്ടുള്ള പൈതൃകത്തിൻ്റെ മാസ്റ്റർ പീസാണ് വേദമന്ത്രോച്ചാരണം എന്നൊക്കെയാണ് 6ാം ക്ലാസ്സിലെ കുട്ടികളെ ഈ ടെക്സ്റ്റ് ബുക്കുകൾ പഠിപ്പിക്കുന്നത്. തുടർന്ന് ഈ പുസ്തകം പറയുന്നത് ഋഷിവര്യന്മാരോടൊപ്പം വേദകാലഘട്ടത്തിലെ ദേവീദേവന്മാർ മനുഷ്യ ജീവിതത്തിലും പ്രപഞ്ചത്തിലുമുള്ള സത്യവും ക്രമവും നിലനിർത്തി എന്ന് ഈ ടെക്സ്റ്റ് പറയുന്നു. അത് സത്യമായിട്ടുള്ള കാര്യമാണോ എന്ന് നമുക്ക് ചെക്ക് ചെയ്യേണ്ടതുണ്ടല്ലോ. ഇപ്പോൾ ലേറ്റർ വേദി കാലഘട്ടത്തെ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ആ കാലഘട്ടത്തിലെ സോ കോൾഡ് ഋഷി വര്യന്മാരും വൈദിക ദേവീദേവന്മാരും ബ്രാഹ്മണീക പാരമ്പര്യത്തിൻ്റെ ഉൽപ്പന്നങ്ങളാണ്. ഈ ദേവന്മാരും ഋഷിവര്യന്മാരും ഒന്നും തന്നെ താഴെത്തട്ടിലുള്ള ജാതികളെ റെപ്രസെൻ്റ് ചെയ്യുന്നില്ല, പ്രതിനിധീകരിക്കുന്നില്ല, അടിച്ചമർത്തപ്പെട്ട ജാതികളെ പ്രതിനിധീകരിക്കുന്നില്ല. മാത്രമല്ല, ലേറ്റർ വേദി കാലഘട്ടം എന്ന് പറയുന്നത് ജാതീയ അടിച്ചമർത്തലുകൾ ഉദയം ചെയ്ത ഒരു കാലഘട്ടം കൂടിയാണ്. അതുകൊണ്ട് തന്നെ ഈ വേദങ്ങളെന്ന് പറയുന്നത് റിച്വൽ നോളജ് മാത്രം ഉൾക്കൊള്ളുന്ന ഒരു കൂട്ടം സംഹിതകളാണ്. അപ്പോൾ ജാതിയും വർണ്ണവും വിവരിക്കുന്ന ഈ വേദകാലത്തെ ഇന്ത്യയിലെ മൊത്തത്തിലുള്ള പൈതൃകത്തിൻ്റെ ലക്ഷണമായിട്ട് എങ്ങനെയാണ് ഒരു ടെക്സ്റ്റ് ബുക്കിന് വിദ്യാർത്ഥികളെ അറിയിക്കാനായിട്ട് അല്ലെങ്കിൽ വിദ്യാർത്ഥികളെ പഠിപ്പിക്കാനായിട്ട് സാധിക്കുക എന്നുള്ള ചോദ്യമുണ്ട്. അത് വളരെ വ്യക്തമായിട്ടുള്ള ചരിത്ര നിഷേധമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അങ്ങനെ പ്രൊജക്റ്റ് ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ അങ്ങനെ പ്രൊജക്റ്റ് ചെയ്യുന്ന ഒരു ചരിത്രം അത് ഒരു ഏകശിലാത്മകമായിട്ടുള്ള വീക്ഷണമാണ്, ഒരു മോണോലിത്തിക് ആയിട്ടുള്ള വീക്ഷണമാണ് മുന്നോട്ട് വയ്ക്കുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. 6ാം ക്ലാസ്സിലെ ഈ പാഠപുസ്തകം കൂടുതൽ ചരിത്രവിരുദ്ധമായിട്ടുള്ള കാര്യങ്ങൾ പറയുന്നുണ്ട്. വേദകാലഘട്ടത്തിൽ ജനാധിപത്യ സംവിധാനം ഉണ്ടായിരുന്നു എന്നുള്ള ഒരു റെഫറൻസ് ആണ് അതിൽ പ്രധാനപ്പെട്ട ഒന്ന്. ഈ വേദകാലഘട്ടത്തിൽ ജനങ്ങൾ അവരുടെ നേതാക്കളെ തിരഞ്ഞെടുത്തിരുന്നത് ജനാധിപത്യ വ്യവസ്ഥയിലൂടെയാണെന്ന് ഈ ടെക്സ്റ്റ് ബുക്കുകൾ പറയുന്നു.
അത് ഇന്നത്തെ ജനാധിപത്യവുമായിട്ട് കമ്പയർ ചെയ്തുകൊണ്ട് തന്നെയാണ് ഈ ടെക്സ്റ്റ് ബുക്കുകൾ അവതരിപ്പിക്കുന്നത് എന്നുള്ളത് കൂടുതൽ പേടിപ്പിക്കുന്ന ഒരു കാര്യം കൂടിയാണ്. ടെക്സ്റ്റ് ബുക്കിൽ പറയുന്ന ജനാധിപത്യ വ്യവസ്ഥിതിയിൽ ശൂദ്രർക്ക് പങ്കെടുക്കാനായിട്ട് സാധിക്കുമായിരുന്നു എന്നുള്ള ചോദ്യമുണ്ട്. വേദകാലഘട്ടത്തിൽ സമത്വപരവും സാഹോദര്യപരവുമായിട്ടുള്ള സമൂഹം നിലനിന്നിരുന്നു എന്നും ഈ ടെക്സ്റ്റ് ബുക്കുകൾ വാദിക്കുന്നുണ്ട്. അതിന് ചില ഉപനിഷത്ത് വേദിക് വാക്യങ്ങൾ ഉദ്ധരിക്കുന്നുണ്ട്. ഉദാഹരണമായിട്ട് അഹം ബ്രഹ്മാസ്മി, തത്വമസി, സർവേ ഭവന്തു സുഖിന തുടങ്ങിയിട്ടുള്ള ഈ കൊട്ടേഷൻസ് യൂസ് ചെയ്യുന്നത് നമുക്ക് കാണാനായിട്ട് സാധിക്കും. അതായത് വേദകാലഘട്ടത്തിൽ വളരെ സാഹോദര്യവും സമത്വമൊക്കെ നിലനിന്ന കാലഘട്ടമാണെന്ന് പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇത് വികലമായിട്ടുള്ളൊരു ചരിത്ര സങ്കല്പമാണ് എന്ന് പറയാതിരിക്കാനായിട്ട് സാധിക്കില്ല. കാരണം ഈ വാക്യങ്ങൾ രചിക്കപ്പെട്ടത് മർദ്ദിതരായിട്ടുള്ള പീഡിതരായിട്ടുള്ള ജനങ്ങൾക്ക് വേണ്ടിയിട്ടാണോ എന്നുള്ള ചോദ്യമുണ്ട്. അത് വളരെ വ്യക്തമായിട്ട് വരേണ്യ വിഭാഗത്തിലുള്ള മർദ്ദക ജാതികൾക്ക് വേണ്ടി എഴുതപ്പെട്ട ഇത്തരത്തിലുള്ള വാക്യങ്ങളെ വേദകാലഘട്ടത്തെ മൊത്തം റെപ്രസെൻ്റ് ചെയ്യുന്ന വാക്യങ്ങളായിട്ട് അവതരിപ്പിക്കുന്നത് അത് ചരിത്ര നിഷേധം മാത്രമല്ല, അത് ജാതിയെ പ്രൊമോട്ട് ചെയ്യുന്ന ഒരു കാര്യം കൂടിയാണ് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഈ ടെക്സ്റ്റ് ബുക്കുകൾ ചെയ്യുന്ന മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം മനുസ്മൃതിയെ നോർമലൈസ് ചെയ്യുക എന്നുള്ള കാര്യമാണ്. പാഠപുസ്തകങ്ങൾ മനുസ്മൃതിയെ അവതരിപ്പിക്കുന്നത് പ്രാചീന ഇന്ത്യയിലെ രാഷ്ട്രീയവും സാമൂഹികവുമായിട്ടുള്ള സാഹചര്യങ്ങളെ അഭിസംബോധന ചെയ്യുന്ന ഏറ്റവും ആധികാരികമായിട്ടുള്ള ഗ്രന്ഥങ്ങളിൽ ഒന്നായിട്ടാണ്. 12ാം ക്ലാസ്സിലെ പാഠപുസ്തകം പറയുന്നത് ഇങ്ങനെയാണ്: പ്രാചീന ഇന്ത്യയിലെ ഏറ്റവും പ്രശസ്തമായിട്ടുള്ള നിയമഗ്രന്ഥങ്ങളിൽ ഒന്നാണ് മനുസ്മൃതി. ഈ മർദ്ദക ജാതിക്കാരെ ഉയർത്തി കാണിക്കുന്നതിന് വേണ്ടിയിട്ട് പലപ്പോഴും മനുസ്മൃതിയെ ഉപയോഗിക്കുന്നത് നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഉദാഹരണമായിട്ട് ഒരു ക്ഷത്രിയ ഭരണാധികാരി തൻ്റെ രാജ്യത്തിൻ്റെ അതിരുകൾ എങ്ങനെ നിർണയിച്ചു എന്ന് വിവരിക്കുന്നതിന് ഈ മനുസ്മൃതി എന്ന് പറയുന്ന കൃതിയാണ് ഉദ്ധരിക്കപ്പെടുന്നത്. എന്നാൽ ഈ മനുസ്മൃതി മുന്നോട്ട് വയ്ക്കുന്ന ജാതീയ അതിക്രമങ്ങളെയും പുരുഷാധിപത്യ പീഡനങ്ങളെയും സ്ത്രീ വിരുദ്ധതയെയും കുറിച്ച് ഈ പാഠപുസ്തകം ഒരക്ഷരം പോലും മിണ്ടുന്നില്ല എന്നും നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഈ പാഠപുസ്തകത്തിൽ ജെൻഡേർഡ് ആക്സസ് ടു പ്രോപ്പർട്ടി എന്നുള്ള ഒരു ഭാഗമുണ്ട്. ആ ഭാഗത്ത് പറയുന്ന കാര്യം ഇതാണ്: വിവാഹ സമയത്ത് സ്ത്രീകൾക്ക് ലഭിച്ച സമ്മാനങ്ങൾ സ്ത്രീധനമായി, അതായത് സ്ത്രീകളുടെ തന്നെ ധനമായിട്ട് സൂക്ഷിക്കാൻ അനുവാദമുണ്ടായിരുന്നു എന്ന് മനുസ്മൃതി പറയുന്നു എന്നുള്ളതാണ്. ഇത് കേൾക്കുമ്പോൾ നമ്മൾ വിചാരിക്കുന്ന മനുസ്മൃതി വളരെ നല്ലൊരു ഗ്രന്ഥമായിട്ടൊക്കെ നമുക്ക് വേണമെങ്കിൽ തോന്നാം. പക്ഷേ ഈ പാഠപുസ്തകത്തിൻ്റെ തന്നെ അടുത്ത ഭാഗം വിവരിക്കുന്നത് ഭർത്താവിൻ്റെ അനുവാദമില്ലാതെ സ്ത്രീകൾ കുടുംബ സ്വത്തോ സ്വന്തം കയ്യിലുള്ള വിലപിടിപ്പുള്ള വസ്തുക്കളോ കൈവശം വയ്ക്കാനായിട്ട് പാടില്ല എന്ന് മനുസ്മൃതിയിൽ പറഞ്ഞിട്ടുണ്ട് എന്നുള്ള കാര്യമാണ്. ഈ ഭാഗത്ത് നമുക്കറിയാം, ഈ വളരെ വ്യക്തമാണ്. ഈ മനുസ്മൃതിയിൽ തെളിഞ്ഞു കാണുന്ന പുരുഷാധിപത്യം നമുക്ക് വളരെ വ്യക്തമായിട്ട് കാണാനായിട്ട് സാധിക്കും. ഈ NCERT ടെക്സ്റ്റ് ബുക്ക് ഡേഞ്ചറായിട്ട് മാറുന്നത് ഈ ഭാഗം വെറുതെ പറഞ്ഞു പോകുന്നു എന്നതല്ലാതെ ഈ ഭാഗത്തെ വിമർശനാത്മകമായിട്ട് അവതരിപ്പിക്കുന്നതിൽ ഈ ടെക്സ്റ്റ് ബുക്കുകൾ പരാജയപ്പെടുന്നു എന്നുള്ള ഭാഗത്താണ്. ഒന്ന് ആലോചിച്ച് നോക്കണം, ഈ ടെക്സ്റ്റ് ബുക്കുകൾ പഠിപ്പിക്കുന്ന അധ്യാപകർ പുരുഷാധിപത്യ മൂല്യങ്ങൾ ഉള്ളവരാണ് എന്നുണ്ടെങ്കിൽ ഈ ഭാഗത്തുള്ള സ്ത്രീ വിരുദ്ധതയെ ന്യായീകരിക്കാനായിട്ടുള്ള സാധ്യത വളരെ കൂടുതലാണ്. കാരണം ഇന്നും ഇന്ത്യയിൽ ഒരു വിഭാഗം ആൾക്കാർ മനുസ്മൃതിയെ തങ്ങളുടെ പ്രധാനപ്പെട്ട ഗ്രന്ഥമായിട്ട് മൂല്യങ്ങൾ ഉൾക്കൊള്ളുന്ന ഗ്രന്ഥമായിട്ട് അവതരിപ്പിക്കുകയും വിശ്വസിക്കുകയും ചെയ്യുന്ന ആളുകളുണ്ട്. അപ്പോൾ ഇത്തരത്തിലുള്ള അധ്യാപകർ ഉണ്ട് എന്നുണ്ടെങ്കിൽ വളരെ വ്യക്തമായിട്ട് മനുസ്മൃതി സ്പ്രെഡ് ചെയ്യുന്ന പുരുഷാധിപത്യപരമായിട്ടുള്ള മൂല്യങ്ങളും ജാതീയമായിട്ടുള്ള മൂല്യങ്ങളും വളരെ വ്യക്തമായിട്ട് കുട്ടികളുടെ ഇടയിൽ പ്രചരിപ്പിക്കുന്നതിന് അവർ കാരണമാകും എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഈ പാഠപുസ്തകത്തിലെ പറയുന്ന ഒരു ഭാഗമാണ് ദ മനുസ്മൃതി ലെയ്ഡ് ഡൗൺ ദ ഡ്യൂട്ടീസ് ഓഫ് ദ ചണ്ടാളാസിൻ്റെ ഡ്യൂട്ടീസ് മനുസ്മൃതിയിൽ പറഞ്ഞിട്ടുണ്ട് എന്നുള്ള കാര്യം. ഇവിടെ ഡ്യൂട്ടി എന്നുള്ള ഒരു വാക്ക് നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്, അല്ലേ? ചണ്ടാളന്മാർ ചെയ്യേണ്ട ഡ്യൂട്ടിയാണ് ഇത് എന്നുള്ളതാണ്. അതിനെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ വിമർശനാത്മകമായിട്ട് ഉള്ള യാതൊരുവിധ റെഫറൻസും നമുക്ക് ഈ ടെക്സ്റ്റ് ബുക്കിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കില്ല. ഈ ഭാഗത്ത് തന്നെ പിൽക്കാലത്ത് ഈ മനുസ്മൃതിയൊക്കെ രചിക്കപ്പെട്ടതിന് ശേഷം ഇന്ത്യ സന്ദർശിച്ചിട്ടുള്ള 2 ചൈനീസ് സഞ്ചാരികളുണ്ട്. നമുക്കെല്ലാവർക്കും അറിയാം, ഒന്ന് ഫാഹിയാനും മറ്റൊന്ന് ഹുയാൻസാങ്ങും. ഫാഹിയാൻ ഇന്ത്യ സന്ദർശിക്കുന്നത് ഏകദേശം 5ാം നൂറ്റാണ്ടിലാണ് CE. ഹുയാൻസാങ് ഇന്ത്യ സന്ദർശിക്കുന്നത് ഏകദേശം 7ാം നൂറ്റാണ്ട് CEയിലാണ്.
അപ്പോൾ ഈ മനുസ്മൃതി പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളെ ഉറപ്പിക്കാനായിട്ട് ഈ ചൈനീസ് സഞ്ചാരികളുടെ വിവരണങ്ങൾ പാഠപുസ്തകം കടമെടുക്കുന്നത് നമുക്ക് കാണാനായിട്ട് സാധിക്കും. മനുസ്മൃതിയിൽ വിവരിച്ചിരുന്ന സാമൂഹിക അവസ്ഥകൾ ഇന്ത്യയിൽ ഇവിടെ നിലനിന്നിരുന്നു എന്ന് ഈ ചൈനീസ് സഞ്ചാരികളുടെ വിവരണങ്ങളുടെ അടിസ്ഥാനത്തിൽ ഈ ടെക്സ്റ്റ് ബുക്കുകൾ സ്ഥാപിക്കുന്നത് നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഫാഹിയാൻ്റെ ഒരു വിവരണം ഇങ്ങനെയാണ്: അൺടച്ചബിൾസ് ഹാഡ് ടു സൗണ്ട് എ ക്ലാപ്പർ ഇൻ ദ സ്ട്രീറ്റ്സ് സോ ദാറ്റ് പീപ്പിൾ കുഡ് അവോയ്ഡ് സീയിങ് ദം. അസ്പൃശ്യരായിട്ടുള്ള അൺടച്ചബിൾ ആയിട്ടുള്ള ആളുകൾ തെരുവുകളിൽ ഒരു ക്ലാപ്പർ ഉപയോഗിച്ച് ശബ്ദമുണ്ടാക്കി വേണം നടക്കാനായിട്ട്. അങ്ങനെയാണെങ്കിൽ ജനങ്ങൾക്ക് അവരെ കാണുന്നത് ഒഴിവാക്കാമായിരുന്നു എന്നാണ് ഫാഹിയാൻ പറയുന്നത്. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ജനങ്ങൾ, പീപ്പിൾ എന്നുള്ള ഒരു ടെർമിനോളജിയാണ്. ജനങ്ങൾക്ക് വഴിമാറി നടക്കാമായിരുന്നു, അല്ലെങ്കിൽ ജനങ്ങൾ കാണുമ്പോൾ അസ്പൃശ്യർക്ക് ഓടി മാറാമായിരുന്നു എന്നാണ് പറയുന്നത്. ഈ ജനങ്ങൾ എന്ന് പറയുന്നത് ആരെയാണ്? എല്ലാ പൊതുജനങ്ങളെയാണോ? അന്ന് പൊതു എന്ന് പറയുന്നൊരു ആശയമില്ല. ജനങ്ങളെയല്ല, മറിച്ച് ഡൊമിനൻ്റ് കാസ്റ്റിൽപ്പെട്ട പീഡക ജാതിയിലുള്ള ആളുകളെയാണ് ഇവിടെ ജനങ്ങൾ, പീപ്പിൾ എന്ന് വിളിക്കുന്നത്. ഇവിടെ വളരെ വ്യക്തമായിട്ട് പീപ്പിൾ എന്നുള്ളതും അൺടച്ചബിൾ എന്നുള്ളതായിട്ടുള്ള രണ്ട് ടെർമിനോളജികൾ, ഈ ദ്വന്ദ്വങ്ങൾ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ആ ദ്വന്ദ്വങ്ങൾ അവതരിപ്പിക്കുന്നതിലൂടെ തന്നെ ഈ ടെക്സ്റ്റ് ബുക്കുകൾ വളരെ വ്യക്തമായിട്ടുള്ള ജാതീയതയുടെ പ്രചാരകരായിട്ട് മാറുന്നുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഇനി മനുസ്മൃതിയിലെ ജാതീയതയെക്കുറിച്ച് ഒന്ന് രണ്ട് കാര്യങ്ങൾ പറയാതെ നമുക്ക് പോകാനായിട്ട് സാധിക്കില്ല. മനുസ്മൃതിയിൽ പറയുന്ന ജാതിയുടെ ഭീകരത വ്യക്തമാക്കുന്ന ഒന്ന് രണ്ട് കാര്യങ്ങൾ പറയാം. മനുസ്മൃതിയുടെ 10-ാം അധ്യായം അത് മുഴുവനായിട്ട് തന്നെ ബ്രാഹ്മണിക്കൽ സൊസൈറ്റിക്ക് ശൂദ്ര വിഭാഗത്തിലുള്ള ആളുകളോടുണ്ടായിരുന്ന ആറ്റിറ്റ്യൂഡ് എന്തായിരുന്നു എന്ന് വ്യക്തമാക്കുന്ന കാര്യങ്ങളാണ് 10-ാമത്തെ അധ്യായം മുഴുവനായിട്ടുള്ളത്. അതിൽ നമുക്ക് മനുസ്മൃതിയുടെ ഈ കാസ്റ്റ് റിജിഡിറ്റിയുടെ ആഴം നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ശൂദ്രർക്ക് സമ്പത്ത് സമ്പാദിക്കാനായിട്ടുള്ള സ്വാതന്ത്ര്യം ഉണ്ടായിരുന്നോ എന്നുള്ള ചോദ്യത്തിന് മനുസ്മൃതി പറയുന്നത് ഇങ്ങനെയാണ്: സ്വത്ത് സമ്പാദിക്കാൻ പ്രാപ്തമാണെങ്കിലും ഒരു ശൂദ്രൻ പോലും സമ്പത്ത് സമ്പാദിക്കാൻ പാടില്ല. കാരണം ഒരു ശൂദ്രൻ സമ്പന്നനാകുമ്പോൾ അവൻ ബ്രാഹ്മണരെ ഉപദ്രവിക്കുന്നു എന്നാണ് ഈ ടെക്സ്റ്റ് ബുക്ക് പറയുന്നത്. ഈവൻ എ കേപ്പബിൾ ശൂദ്ര must not accumulate wealth, for when a shudra becomes wealthy he harasses brahmanas എന്നാണ് ഈ ടെക്സ്റ്റ് ബുക്ക് പറയുന്നത്. മനുസ്മൃതി പ്രചരിപ്പിക്കുന്ന ജാതി വിവേചനത്തിൻ്റെ ക്രൂരതയുടെ ആഴം മനസ്സിലാക്കാനായിട്ട് അതിൽ നിന്നുള്ള മറ്റൊരു കോട്ട് ഞാൻ പറയാം. അത് ഒരു ഭാഗം പറയുന്നത് ഇങ്ങനെയാണ്: ഏറ്റവും താഴ്ന്ന ജാതിക്കാരൻ തൻ്റെ ശരീരത്തിലെ ഏതെങ്കിലും ഒരു അവയവം ഉപയോഗിച്ച് ഉയർന്ന ജാതിക്കാരനെ ആക്രമിച്ചാൽ അയാളുടെ ആ അവയവം മുറിച്ചു കളയണം എന്നാണ് മനുസ്മൃതി പറയുന്നത്. ഇതാണ് മനുവിൻ്റെ നിർദ്ദേശം എന്നാണ് മനുസ്മൃതി പറയുന്നത്. താഴ്ന്ന ജാതിക്കാരൻ ഉയർന്ന ജാതിക്കാരനോടൊപ്പം ഒരേ ഇരിപ്പിടത്തിൽ ഇരിക്കാൻ ശ്രമിച്ചാൽ അവൻ്റെ നിതംബം മുറിച്ചു കളയണം എന്നും മനുസ്മൃതി പറയും. ഇത് ചെറുതാണ്, ഇതിൻ്റെ അപ്പുറത്തേക്ക് വേറെ ഒരുപാട് കാര്യങ്ങൾ ഈ ടെക്സ്റ്റ് ബുക്കിൽ പറയുന്നുണ്ട്. 10-ാമത്തെ അധ്യായത്തിൽ മുഴുവനായിട്ട് ഇത്തരത്തിലുള്ള കാര്യങ്ങളാണ് പറയുന്നത്. അപ്പോൾ ജാതി വ്യവസ്ഥയെക്കുറിച്ചും അൺടച്ചബിലിറ്റി, അൺഅപ്രോച്ചബിലിറ്റി തുടങ്ങിയ അതിൻ്റെ പ്രകടിത രൂപങ്ങളെക്കുറിച്ചും വിദ്യാർത്ഥികളിൽ വിമർശനാത്മകമായിട്ടുള്ള ചിന്ത വളർത്താൻ വേണ്ടിയല്ല ഈ പാഠപുസ്തകങ്ങൾ പ്രധാനമായിട്ടും ശ്രമിക്കുന്നത്. മറിച്ച് മനുസ്മൃതി പോലുള്ള ബ്രാഹ്മണീക ഗ്രന്ഥങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ജാതി ശ്രേണിയെ സാധൂകരിക്കാനും ജാതീയതയ്ക്ക് നേരിട്ടും അല്ലാതെയും ദൃശ്യത നൽകാനുമാണ് ഈ ടെക്സ്റ്റ് ബുക്കുകളിലൂടെ പ്രധാനമായിട്ടും ശ്രമിക്കുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. പ്രാചീന ഇന്ത്യയിൽ ട്രൈബൽ വിശ്വാസ സമ്പ്രദായങ്ങളും ബ്രാഹ്മണിക്കൽ കാസ്റ്റ് ഓറിയൻറ്റഡ് സൊസൈറ്റിയും തമ്മിൽ ആശയങ്ങളുടെയും വിശ്വാസങ്ങളുടെയും എല്ലാം തന്നെ കൈമാറ്റങ്ങൾ നടന്നിരുന്നു എന്ന് ഈ പാഠപുസ്തകങ്ങൾ വിവരിക്കുന്നുണ്ട്. അതിന് ഉദാഹരണമായിട്ട് മഹാഭാരതത്തിലെ ഒരു കഥ ഈ പാഠപുസ്തകം പ്രധാനമായിട്ടും വിവരിക്കുന്നുണ്ട്. മഹാഭാരതത്തിലെ ആദി പർവ്വത്തിലുള്ള ഹിഡിംബയുടെ കഥയാണ്. നമ്മൾ ഹിഡുംബി എന്നൊക്കെയാണ് നമ്മൾ പഠിച്ചിട്ടുള്ളത്. പാണ്ഡവർ എന്ന വിഭാഗം പ്രധാനമായിട്ടും ബ്രാഹ്മണിക സാമൂഹിക ലോകത്തിൻ്റെ റെപ്രസെൻറ്റേറ്റീവ്സ് ആണ്. ഹിഡുംബയും അവളുടെ സഹോദരനും ട്രൈബൽ സമൂഹത്തെയും പ്രതിനിധീകരിക്കുന്നവരാണ്. കഥ നമുക്കറിയാവുന്ന കഥയാണ്. അതിങ്ങനെയാണ്: പാണ്ഡവർ വനവാസത്തിൽ പോയിരിക്കുന്ന സമയത്ത്
ഒരു മനുഷ്യ ഭോജിയായിട്ടുള്ള രാക്ഷസന് കാട്ടിൽ ഈ പാണ്ഡവരുടെ ഗന്ധം പെട്ടെന്ന് കിട്ടി. അവരെ പിടിച്ചുകൊണ്ടുവരാനായിട്ട് തൻ്റെ സഹോദരിയായിട്ടുള്ള ഹിഡിംബയെ അയച്ചു. ഹിഡിംബ പാണ്ഡവരെ പിടിക്കാനായിട്ട് പോയി. ഹിഡിംബ ഭീമനെ കണ്ട് പ്രണയാതുരയായി. ഭീമനോട് വലിയ പ്രണയം ഹിഡിംബയ്ക്ക് ഉണ്ടായി. അതേസമയം രാക്ഷസൻ തിരിച്ചു വന്നു. അവിടെ എത്തിയിട്ട് ഭീമനെ മല്ലയുദ്ധത്തിന് വെല്ലുവിളിക്കുന്നുണ്ട്. ഭീമൻ ആ വെല്ലുവിളി സ്വീകരിച്ചുകൊണ്ട് ആ രാക്ഷസനെ വധിച്ചു. അതിനുശേഷം ഹിഡിംബ പാണ്ഡവരുടെ അടുത്ത് വരികയാണ്. തന്നെ പരിചയപ്പെടുത്തുകയാണ്. ഭീമനോടുള്ള തൻ്റെ പ്രണയം പ്രഖ്യാപിക്കുകയാണ്. അവൾ കുന്തിയോട് പറയുന്ന കാര്യം ഈ ടെക്സ്റ്റ് ബുക്ക് പറയുന്നത്, ഞാൻ എൻ്റെ സുഹൃത്തുക്കളെയും ധർമ്മത്തെയും എൻ്റെ ബന്ധുക്കളെയും ഉപേക്ഷിച്ചിരിക്കുന്നു. ഉത്തമകുലജാതെ എന്ന് വിളിക്കുന്നത് കുന്തിയെയാണ്. ഞാൻ നിന്റെ പുലിയെ പോലെയുള്ള പുത്രനെ എൻ്റെ പുരുഷനായി തിരഞ്ഞെടുത്തിരിക്കുന്നു. നിന്റെ പുത്രനെ എൻ്റെ ഭർത്താവായി സ്വീകരിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. എന്നെ നീ ഒരു മണ്ടിയായിട്ടോ അല്ലെങ്കിൽ വിഡ്ഢിയായിട്ടോ, ഫൂൾ എന്നുള്ള പദമാണ് യൂസ് ചെയ്യുന്നത്, അല്ലെങ്കിൽ നിന്റെ ഭക്തയായ ദാസിയായിട്ടോ, ഡിവോട്ടഡ് സെർവൻറ്റ് എന്നുള്ള ഒരു പദമാണ് യൂസ് ചെയ്യുന്നത്, അങ്ങനെ കരുതിയെങ്കിലും എന്നെ നിങ്ങളോടൊപ്പം ചേരാനായിട്ട് അനുവദിക്കുക എന്നാണ് ഈ ഹിഡിംബ കുന്തിയോട് പറയുന്നത്. ഇവിടെ നമ്മൾ ഈ ഭക്തയായ ദാസി അല്ലെങ്കിൽ ഡിവോട്ടഡ് സെർവൻറ്റ് എന്ന് പറയുന്ന പദം നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. നമ്മൾ നേരത്തെ പറഞ്ഞത് ഈ ബ്രാഹ്മണ സമൂഹവും അതുപോലെ അബ്രാഹ്മണ സമൂഹം, എസ്പെഷ്യലി ട്രൈബൽ സമൂഹങ്ങളും തമ്മിൽ പലതരത്തിലുള്ള ഷെയറിംഗ് ഓഫ് ഐഡിയാസ് ഉണ്ടായിരുന്നു എന്ന് വ്യക്തമാക്കാൻ വേണ്ടിയിട്ടാണ് ഈ ടെക്സ്റ്റ് ബുക്കുകൾ ഈ കഥ പറയുന്നത്. പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എന്താണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, പാഠപുസ്തകത്തിൽ പറയുന്നത് പോലെയുള്ള ഈക്വൽ ആയിട്ടുള്ള ഇൻ്റഗ്രേഷൻ അല്ലെങ്കിൽ ഒരു അസിമിലേഷൻ ഈ രണ്ട് സൊസൈറ്റിയും തമ്മിൽ നടന്നിട്ടില്ല എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതിനെ ഇൻ്റഗ്രേഷൻ എന്ന് പോലും നമുക്ക് വിളിക്കാനായിട്ട് സാധിക്കില്ല. ഈ ട്രൈബൽ കൾട്ടിക് ആയിട്ടുള്ള ട്രഡീഷൻസ് ബ്രാഹ്മണിക സാംസ്കാരിക പാരമ്പര്യത്തിൽ അബ്സോർബ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. അതിന് പല ഉദാഹരണമായിട്ട് ഫെർട്ടിലിറ്റി കൾട്ട്, ഉദാഹരണമായിട്ട് ഈ ദേവി ആരാധന, അതുപോലെ ലിംഗാരാധന, നാഗ ആരാധന, ഇവയെല്ലാം തന്നെ ഈ ട്രൈബൽ കൾട്ടിക് ബിലീഫ് സിസ്റ്റത്തിൽ നിന്ന് ബ്രാഹ്മണിക സിസ്റ്റത്തിലേക്ക് അബ്സോർബ് ചെയ്യപ്പെട്ട ചില വിശ്വാസങ്ങളാണ്. എന്നാൽ ഈ ഇൻ്റഗ്രേഷൻ അത് ഈക്വൽ ആയിട്ടുള്ള 2-way പ്രോസസ്സ് ആയിരുന്നില്ല എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ട്രൈബൽ ഗ്രൂപ്പ്സിനെ ബ്രാഹ്മണിക് സൊസൈറ്റിയിലേക്ക് അസിമിലേറ്റ് ചെയ്തിരുന്നത് ബ്രാഹ്മണിക്കൽ ജാതി സമൂഹത്തിൻ്റെ നിബന്ധനകൾക്കും മാതൃകകൾക്കും അനുസൃതമായിരുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഈ ഇൻ്റഗ്രേഷൻ ബ്രാഹ്മണൈസേഷൻ്റെ രൂപത്തിൽ ജാതി അധിഷ്ഠിതമായിട്ടുള്ള അധികാര ശ്രേണി അടിച്ചേൽപ്പിച്ചുകൊണ്ട് തന്നെയാണ് നടന്നിട്ടുള്ളത്. ചുരുക്കത്തിൽ ഈ സ്കൂൾ പാഠപുസ്തകങ്ങൾ സങ്കീർണമായ ഈ പ്രക്രിയയെല്ലാം ബ്രാഹ്മണിക്കൽ പോയിന്റ് ഓഫ് വ്യൂയിലാണ് കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കുന്നത് എന്നിടത്താണ് ഈ പുസ്തകങ്ങൾ പ്രചരിപ്പിക്കുന്ന ജാതീയത നമ്മൾ തിരിച്ചറിയേണ്ടത്. പ്രാചീന ഇന്ത്യയിൽ ജാതി വ്യവസ്ഥിതിയിലെ ശ്രേണീബന്ധം, ഹൈറാർക്കി കർശനമായിട്ട് നടപ്പിലാക്കപ്പെട്ടിരുന്നില്ല, വളരെ ഫ്ലെക്സിബിൾ ആയിരുന്നു എന്ന് തെളിയിക്കാനായിട്ട് പാഠപുസ്തകം ഉപയോഗിക്കുന്ന ഒരു തന്ത്രമുണ്ട്. ആ തന്ത്രം മറ്റൊന്നുമല്ല, പ്രാചീന കാലഘട്ടത്തിൽ ഇന്ത്യയിൽ ക്ഷത്രിയരല്ലാത്ത ഭരണാധികാരികൾ ഉണ്ടായിരുന്നു എന്നുള്ള വാദമാണ്. ഇതിനായിട്ട് ഈ പുസ്തകങ്ങൾ ചില വസ്തുതകൾ, ഹിസ്റ്റോറിക്കൽ ഫാക്റ്റുകൾ അവതരിപ്പിക്കുന്നുണ്ട്. അത് ഇങ്ങനെയാണ്: ധർമ്മശാസ്ത്രങ്ങൾ അനുസരിച്ച് ക്ഷത്രിയർക്ക് മാത്രമേ രാജാക്കന്മാരാകാനായിട്ട് സാധിക്കൂ. എങ്കിലും ഭരണാധികാരികളുടെ ജാതിയെ സംബന്ധിച്ച് കർക്കശമായ ജാതി നിയമങ്ങൾ പലപ്പോഴും പ്രാചീന ഇന്ത്യയിൽ ഉണ്ടായിരുന്നില്ല. മൗര്യ സാമ്രാജ്യത്തിലെ ഭരണാധികാരികളെ ബ്രാഹ്മണ ഗ്രന്ഥങ്ങൾ വിശേഷിപ്പിച്ചിരുന്നത് നീചജന്മങ്ങൾ, ലോ ഒരിജിൻ എന്ന പേരിട്ടുകൊണ്ടാണ്, അല്ലാതെ ക്ഷത്രിയർ എന്നുള്ള പേരിട്ടുകൊണ്ടല്ല. മൗര്യ സാമ്രാജ്യത്തിന് ശേഷം ശുംഗ ഡൈനാസ്റ്റിയും കൺവ ഡൈനാസ്റ്റിയും ഇന്ത്യയിൽ ഉദയം ചെയ്യുന്നുണ്ട്. അവർ ക്ഷത്രിയരായിരുന്നില്ല, അവർ ബ്രാഹ്മണരായിരുന്നു. മധ്യേഷ്യയിൽ നിന്ന് ഇന്ത്യയിലേക്ക് വന്ന, നോർത്ത് വെസ്റ്റേൺ ഇന്ത്യയിലേക്ക് വന്ന ശാകന്മാരെ പലപ്പോഴും മ്ലേച്ഛരായിട്ട് ആണ് കണ്ടിരുന്നത്. ഔട്ട്സൈഡേഴ്സ് ആയിട്ടാണ്, അന്യരായിട്ടാണ് ഈ ബ്രാഹ്മണിക്കൽ ടെക്സ്റ്റുകൾ വിശേഷിപ്പിച്ചിട്ടുള്ളത്. ശതവാഹന ഡൈനാസ്റ്റിയിലെ പ്രധാനപ്പെട്ട ഒരു ഭരണാധികാരിയായിട്ടുള്ള ഗോമതിപുത്ര സിരി ശതകർണി തന്നെ ക്ഷത്രിയൻ എന്നല്ല സ്വയം വിശേഷിപ്പിച്ചത്, മറിച്ച്
ഏകബ്രാഹ്മണ എന്ന പേരിലാണ്. ഏകബ്രാഹ്മണ എന്ന് പറഞ്ഞാൽ യുണീക്ക് ബ്രാഹ്മണ എന്ന പേരിലാണ്. അപ്പോൾ ചുരുക്കി പറയുകയാണെന്നുണ്ടെങ്കിൽ പാഠപുസ്തകം സ്ഥാപിക്കുന്നത് രാഷ്ട്രീയ അധികാരം നിർണ്ണയിക്കുന്നതിൽ ജാതിക്കൊന്നും വലിയ കാര്യമൊന്നുമില്ല, അടിസ്ഥാനമൊന്നുമില്ല. മറിച്ച് ഭരണവർഗത്തിൻ്റെ പിന്തുണയും വിഭവങ്ങൾ സമാഹരിക്കുന്നതിലുള്ള കഴിവുമാണ് രാഷ്ട്രീയ അധികാരത്തെ നിർണ്ണയിക്കുന്നത്, അല്ലാതെ ജാതിയല്ല പ്രധാനമായിട്ടും എന്നാണ് ഈ പുസ്തകം വളരെ വ്യക്തമായിട്ട് സ്ഥാപിക്കാൻ ശ്രമിക്കുന്നുണ്ട്. ഈ സെൻറ്റൻസ് വളരെ വ്യക്തമായിട്ട് നമുക്ക് കാണാനും സാധിക്കും. അതായത് ഞാനിപ്പോൾ പറഞ്ഞ ജാതി അടിസ്ഥാനമാക്കിയല്ല, മറിച്ച് ഭരണവർഗത്തിൻ്റെ പിന്തുണയും വിഭവങ്ങൾ സമാഹരിക്കാനുമുള്ള കഴിവുമാണ് രാഷ്ട്രീയ അധികാരം നിർണ്ണയിക്കുന്നത് എന്നുള്ള സെൻറ്റൻസ് നമുക്ക് ഈ പുസ്തകത്തിൽ വളരെ വ്യക്തമായിട്ട് കാണാനായിട്ട് സാധിക്കും. ഇവിടെ നമ്മൾ ചോദിക്കേണ്ട ചോദ്യം ഭരണവർഗത്തിൻ്റെ പിന്തുണ ആർക്കായിരുന്നു എന്നുള്ള ഒരു ചോദ്യമാണ്. വിഭവങ്ങൾ സമാഹരിക്കാനുള്ള കഴിവും ആർക്കായിരുന്നു എന്നുള്ള ചോദ്യമാണ്. അത് വളരെ മേൽത്തട്ടിലുള്ള ജാതികൾക്ക് തന്നെയായിരുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ആ കാലഘട്ടങ്ങളിലെ ഹിസ്റ്റോറിക്കൽ കോണ്ടെക്സ്റ്റ് എന്തായിരുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഇപ്പോൾ മൗര്യ സാമ്രാജ്യത്തെക്കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ നേരത്തെ പറഞ്ഞത് മൗര്യ സാമ്രാജ്യത്തെ ബ്രാഹ്മണിക്കൽ ഗ്രന്ഥങ്ങളിൽ വിളിച്ചത് നീച ജന്മങ്ങളായിരുന്നു, ലോ ഒരിജിൻ ആയിട്ടുള്ള ആളുകളായിരുന്നു എന്നുള്ള കാര്യമാണ്. ഈ മൗര്യ സാമ്രാജ്യം ഉയർന്നു വന്ന കാലഘട്ടം, ആ കാലഘട്ടം എന്ന് പറയുന്നത് നമുക്ക് എല്ലാവർക്കും അറിവുള്ളത് പോലെ തന്നെ ബ്രാഹ്മണ പാരമ്പര്യത്തിന് വെല്ലുവിളികൾ ഉയർത്തിക്കൊണ്ട് ബുദ്ധമതവും ജൈനമതവും എല്ലാം എമർജ് ചെയ്യുന്ന ഒരു കാലഘട്ടമാണ്. നമുക്ക് ആദ്യത്തെ പ്രധാനപ്പെട്ട മൗര്യ ചക്രവർത്തിമാരുടെ മതവിശ്വാസം എടുത്താൽ തന്നെ അത് മനസ്സിലാകും. ആദ്യത്തെ ഭരണാധികാരിയായിട്ടുള്ള ചന്ദ്രഗുപ്ത മൗര്യൻ, അദ്ദേഹം ഒരു ജൈന മതവിശ്വാസിയായിരുന്നു. അദ്ദേഹത്തിൻ്റെ മകനായിട്ടുള്ള ബിന്ദുസാരൻ അജീവിക എന്ന് പറയുന്ന ഒരു സെക്റ്റിൽ വിശ്വസിച്ചിരുന്ന ഒരാളായിരുന്നു. ബിന്ദുസാരൻ്റെ മകനായിട്ടുള്ള അശോകനും ബുദ്ധിസമാണ് പ്രൊമോട്ട് ചെയ്തിരുന്നത്. ഇവരാരും തന്നെ പ്രധാനമായിട്ടും ബ്രാഹ്മണിക്കലായിട്ടുള്ള മതത്തിനല്ല പ്രാധാന്യം കൊടുത്തത് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. പക്ഷേ ഈ ടെക്സ്റ്റ് ബുക്കുകൾ പ്രധാനമായിട്ടും ചെയ്യുന്നൊരു കാര്യം എന്താണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മൗര്യൻ സാമ്രാജ്യത്തിൻ്റെ വളർച്ചയെ ബ്രാഹ്മണ പാരമ്പര്യവുമായിട്ട് കണക്ട് ചെയ്യുന്നു എന്നുള്ളതാണ്. അതിന് അർത്ഥശാസ്ത്രം രചിച്ച ബ്രാഹ്മണനായിട്ടുള്ള കൗടില്യനെ മുന്നിൽ നിർത്തുന്നത് നമുക്ക് വളരെ വ്യക്തമായിട്ട് കാണാനായിട്ട് സാധിക്കും. അപ്പോൾ ബ്രാഹ്മണരുടെ അനുമതിയോടെയാണ് മൗര്യർ തങ്ങളുടെ സാമ്രാജ്യം സ്ഥാപിച്ചതും വളർത്തിയതും എന്ന് സ്ഥാപിക്കാനായിട്ട് ശ്രമിക്കുന്നത് നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഈ അർത്ഥശാസ്ത്രം എന്ന് പറയുന്ന കൃതി അത് സംസ്കൃതത്തിൽ രചിക്കപ്പെട്ട കൃതിയാണ്. അത് മൗര്യൻ കാലഘട്ടത്തിൽ മാത്രം രചിക്കപ്പെട്ട ഒരു കൃതിയാണോ എന്നുള്ള ഒരു ചോദ്യമുണ്ട്. അത് മൗര്യൻ കാലഘട്ടത്തെ മാത്രം രചിക്കപ്പെട്ട ഒരു കൃതിയല്ല, ഒന്നിലധികം നൂറ്റാണ്ടുകൾ എടുത്ത് രചിക്കപ്പെട്ട ഒരു കൃതിയാണ്. ചന്ദ്രഗുപ്ത മൗര്യൻ ഉണ്ടായ കാലഘട്ടത്തിൽ മാത്രം രചിക്കപ്പെട്ട ഒരു കൃതിയല്ല. അതൊരു ഇൻ്റർപൊലേറ്റഡ് ആയിട്ടുള്ള ടെക്സ്റ്റാണ്, പല അഡീഷൻസും വന്ന ടെക്സ്റ്റാണ്. ഒന്നിലധികം രചയിതാക്കൾ പല കാലഘട്ടങ്ങളിൽ എടുത്ത് എഴുതപ്പെട്ട ഒരു കൃതിയാണ്. അതുകൊണ്ടാണ് നമ്മൾ ഈ ക്വിസ് മത്സരങ്ങളിലൊക്കെ പൊതുവെ പറയാറുണ്ട് കൗടില്യൻ്റെ മറ്റൊരു പേര് ചാണക്യൻ എന്നും ഇയാളുടെ മറ്റൊരു പേര് വിഷ്ണുഗുപ്തൻ എന്നൊക്കെ പറയാറുണ്ട്. നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇതെല്ലാം പല ആളുകളാകാം എന്നുള്ള ഒരു വായന പല ഹിസ്റ്റോറിയൻസും മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. കാരണം 200, 300, 400 വർഷം എടുത്ത് എഴുതപ്പെട്ട ഒരു കൃതി ഒരാളെന്തായാലും എഴുതാനായിട്ടുള്ള സാധ്യതയില്ലല്ലോ. അപ്പോൾ ഈ രീതിയിൽ ബ്രാഹ്മണീകമായിട്ടുള്ള പിന്തുണയോട് കൂടെയാണ് ഈ മൗര്യന്മാർ വളർന്നത് എന്നുള്ള ഈ വായന ടെക്സ്റ്റ് ബുക്കുകൾ നടത്തുമ്പോൾ അത് ചരിത്രവിരുദ്ധമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. മൗര്യ സാമ്രാജ്യത്തിൻ്റെ പതനത്തിന് ശേഷം അല്ലെങ്കിൽ മൗര്യ സാമ്രാജ്യത്തിൻ്റെ തകർച്ചയ്ക്ക് ശേഷം നോർത്ത് ഇന്ത്യയിലെ രാഷ്ട്രീയ സാഹചര്യം എന്തായിരുന്നു? ഇറാൻ ഭാഗത്ത് നിന്ന് അല്ലെങ്കിൽ ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിന് വെളിയിൽ നിന്ന് ചില രാജവംശങ്ങൾ നോർത്ത് വെസ്റ്റേൺ ഇന്ത്യയിലേക്ക് വരുന്നുണ്ട്. അതിൽ ആധിപത്യം ഉറപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. അതിൽ പ്രധാനപ്പെട്ട ചില രാജവംശങ്ങളാണ് ശാക ഡൈനാസ്റ്റിയും അതുപോലെ കുഷാന ഡൈനാസ്റ്റിയും. അപ്പോൾ ഇവരെ വിദേശികളായ ഔട്ട്സൈഡേഴ്സ് ആയിട്ടാണ് ഇവിടെയുള്ള ബ്രാഹ്മണിക്കൽ സൊസൈറ്റി ആദ്യം ട്രീറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെയുള്ള ജാതി ക്രമത്തിലേക്ക് കാസ്റ്റ് ഓറിയൻറ്റഡ് സിസ്റ്റത്തിലേക്ക് ഇവരെ ഉൾപ്പെടുത്തേണ്ടതുണ്ട്. അപ്പം നേരിട്ട് ഉൾപ്പെടുത്താനായിട്ട് സാധിക്കില്ല. അതുകൊണ്ടാണ് ഇവരെ ആദ്യം മ്ലേച്ഛർ എന്ന് വിളിക്കുന്നത്. കാരണം കാസ്റ്റ് സിസ്റ്റത്തിന് വെളിയിൽ നിൽക്കുന്നവരാണ്. ഈ മ്ലേച്ഛർ എന്ന് വിളിക്കുക മാത്രമല്ല, ഒരു ഘട്ടം കഴിയുമ്പോൾ ഇവരെ കാസ്റ്റ് സിസ്റ്റത്തിലേക്ക് ഇൻ്റഗ്രേറ്റ് ചെയ്യുന്നത് നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഇവരെ ക്ഷത്രിയ സ്റ്റാറ്റസ്, ക്ഷത്രിയ പദവി നൽകിക്കൊണ്ട് ജാതി വ്യവസ്ഥയുടെ ഭാഗമാക്കി മാറ്റുന്നത് നമുക്ക് കാണാനായിട്ട് സാധിക്കും. എന്നിട്ട് ഇവരുടെ ഭരണത്തിന് നിയമസാധുത ഈ ബ്രാഹ്മണിക്കൽ സൊസൈറ്റി നൽകുന്നത് നമുക്ക് കാണാനായിട്ട് സാധിക്കും. അതിന് പല ഉദാഹരണമായിട്ട് ഈ ശാകന്മാരുടെ ചില ഇൻസ്ക്രിപ്ഷൻസിൽ അവർ ക്ഷത്രിയരാണ് എന്നുള്ള ക്ലെയിമുകൾ നമുക്ക്
നമുക്ക് കാണാനായിട്ട് സാധിക്കും. അപ്പോൾ ഈ രീതിയിലുള്ള കോംപ്ലക്സ് ആയിട്ടുള്ള പ്രവർത്തനങ്ങളെ ഒന്നും തന്നെ അഡ്രസ്സ് ചെയ്യാതെ ഈ പ്രാചീന കാലഘട്ടത്തിൽ ജാതീയത എന്ന് പറയുന്ന ഒരു കാര്യം വളരെ ഫ്ലെക്സിബിൾ ആയിരുന്നു. ക്ഷത്രിയരായിട്ടുള്ള ആളുകൾ മാത്രമായിരുന്നില്ല ഇവിടെ ഭരിച്ചിരുന്നത് എന്നുള്ള ജടിലമായിട്ടുള്ള ചരിത്ര വിരുദ്ധത കുട്ടികളെ പഠിപ്പിക്കുന്ന ഒരു കാര്യമാണ് ഈ ടെക്സ്റ്റ് ബുക്കുകളിലൂടെ നടത്തപ്പെടുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഈ ടെക്സ്റ്റ് ബുക്കുകൾ ചെയ്യുന്ന മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഇന്ത്യ സന്ദർശിച്ച വിദേശ സഞ്ചാരികളുടെ വാക്കുകൾ ജാതി വ്യവസ്ഥയെ ന്യായീകരിക്കുന്നതിനായി ഉപയോഗിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്, രീതിയാണ്. അവയിലൊന്ന് ഈ ഗുപ്ത കാലഘട്ടത്തെ സുവർണ കാലഘട്ടമായിട്ട് ചിത്രീകരിക്കുന്നതാണ്. ഈ ടെക്സ്റ്റ് ബുക്കുകൾ അനുസരിച്ചുകൊണ്ട് 2-3 സുവർണ കാലഘട്ടങ്ങളുണ്ട്. ഒന്ന് വേദ കാലഘട്ടമാണ്, 2 ഗുപ്ത കാലഘട്ടമാണ്. 7ാം ക്ലാസ്സിലെ ഒരു അധ്യായത്തിൽ, സോഷ്യൽ സയൻസിലെ ഒരു അധ്യായത്തിൻ്റെ തലക്കെട്ട് ദ ഗുപ്ത ഇറ, ദ ഏജ് ഓഫ് ടയർലെസ് ക്രിയേറ്റിവിറ്റി എന്നാണ് ഒരു അധ്യായത്തിൻ്റെ പേര്. 5ാം നൂറ്റാണ്ട് CE ഞാൻ നേരത്തെ മെൻഷൻ ചെയ്തിട്ടുള്ള ചൈനീസ് യാത്രികനായിട്ടുള്ള ഫാഹിയാൻ്റെ വാക്കുകൾ ഈ കാലഘട്ടത്തെ മഹത്വവൽക്കരിക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നുണ്ട്. ഗുപ്ത കാലഘട്ടത്തിലെ സാമൂഹിക സാഹചര്യങ്ങളെക്കുറിച്ചുള്ള അദ്ദേഹത്തിൻ്റെ യാത്രാ വിവരണത്തിൽ നിന്നുള്ള ഒരു ഭാഗം ഇങ്ങനെയാണ്. ഇവിടെ, അതായത് ഗുപ്ത സാമ്രാജ്യത്തിൽ ജനസംഖ്യ കൂടുതലുണ്ട്, ജനങ്ങളെല്ലാം സന്തുഷ്ടരാണ്. ഇവിടെയുള്ളത് ഏറ്റവും വലിയ നഗരങ്ങളാണ്. നഗരവാസികൾ ധനികരും സമ്പന്നരും ദയാലുക്കളും ധാർമ്മികത പുലർത്തുന്നവരുമാണ് എന്നുള്ള ഒരു കൊട്ടേഷൻ ഈ ടെക്സ്റ്റ് ബുക്കിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഈ കൊട്ടേഷന് താഴെ ലെറ്റ്സ് എക്സ്പ്ലോർ എന്ന് പറയുന്ന ഒരു ഭാഗമുണ്ട്. കുട്ടികൾക്ക് കൊടുക്കുന്ന ഒരു എക്സസൈസ് ആണ്. അതിൽ ഈ കുട്ടികൾക്ക് കൊടുക്കുന്ന എക്സസൈസ് ഇങ്ങനെയാണ്: മുകളിൽ നൽകിയ ഫാഹിയാൻ്റെ വിവരണ ഭാഗം വായിച്ച് അദ്ദേഹം വിവരിക്കുന്ന സമൂഹത്തിൻ്റെ പ്രധാന സവിശേഷതകൾ തിരിച്ചറിയുക. കുട്ടികളോടാണ് പറയുന്നത്, നിങ്ങളുടെ നിരീക്ഷണങ്ങൾ എഴുതുക, നിങ്ങളുടെ കുറിപ്പുകൾ സുഹൃത്തുക്കളുമായി താരതമ്യം ചെയ്യുക. എന്താണ് ഉദ്ദേശിക്കുന്നത് എന്നുള്ളത് വളരെ വ്യക്തമാണ്. ഗുപ്ത കാലഘട്ടത്തെക്കുറിച്ച് ഫാഹിയാൻ വിവരിക്കുന്ന മഹത്വങ്ങളെ മാത്രം എഴുതാൻ വിദ്യാർത്ഥികളെ നിർബന്ധിക്കുന്ന ഒരു ഏകപക്ഷീയമായിട്ടുള്ള എക്സസൈസാണ് കുട്ടികൾക്ക് ഈ പാഠപുസ്തകം നൽകുന്നത് എന്ന് നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഈ ഗുപ്ത കാലഘട്ടത്തിൽ നിലനിന്നിരുന്ന ജാതീയതയെയും സാമൂഹിക ശ്രേണി ബന്ധത്തെയും ചൂഷണത്തെയും കുറിച്ചുള്ള വിമർശനാത്മകമായിട്ട് വിലയിരുത്താനായിട്ട് കുട്ടികൾക്ക് യാതൊരുവിധ ഓപ്ഷനും ഈ ടെക്സ്റ്റ് ബുക്കുകൾ കൊടുക്കുന്നില്ല എന്ന് നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഈ ഗുപ്ത കാലഘട്ടം നിലനിന്ന കാലഘട്ടം എന്ന് പറയുന്നത് ഏകദേശം 200 CE തൊട്ട് 600 CE വരെയുള്ള കാലഘട്ടമാണ്. ഈ കാലഘട്ടം എന്ന് പറയുന്നത് പ്രോലിഫറേഷൻ ഓഫ് ജാതീസ് എന്ന് വിളിക്കപ്പെടുന്ന ബ്രാഹ്മണിക സിസ്റ്റത്തിൽ ഒരുപാട് ജാതികൾ ഉണ്ടാക്കപ്പെട്ട ഒരു കാലഘട്ടമാണ്. അതിന് പ്രധാനപ്പെട്ട കാരണം ലാൻഡ് ഗ്രാൻഡുകളായിരുന്നു. ഈ കാലഘട്ടത്തിലെ ഭരണാധികാരികൾ ബ്രാഹ്മണ വിഭാഗത്തിലുള്ളവർക്ക് അഗ്രികൾച്ചർ എക്സ്പാൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഭൂമി ഫ്രീ ആയിട്ട് പതിച്ച് കൊടുത്തിരുന്നു. അപ്പോൾ ഈ ഭൂമിയിൽ പണിയെടുക്കാനായിട്ട് ആൾക്കാരെ വേണം. അപ്പോൾ കൂടുതൽ ആൾക്കാരെ ഈ ശൂദ്ര വിഭാഗത്തിലേക്ക് ഉൾപ്പെടുത്തണം. അതിനു വേണ്ടിയിട്ട് ജാതി വ്യവസ്ഥയ്ക്ക് വെളിയിൽ നിന്നിരുന്ന പല ട്രൈബൽ ഗ്രൂപ്പുകളെയും ശൂദ്രൈസ് ചെയ്യുന്നത്, ഈ ബ്രാഹ്മണിക സൊസൈറ്റിയുടെ ഭാഗമാക്കി മാറ്റുന്നത്, ശൂദ്രവൽക്കരണം നടത്തുന്നത് നമുക്ക് കാണാനായിട്ട് സാധിക്കും. അപ്പോൾ ഈ കാലഘട്ടത്തിൽ തന്നെയാണ് ജാതീയത വിളിച്ചോതുന്ന പല പ്രധാനപ്പെട്ട ധർമ്മശാസ്ത്രങ്ങളും എഴുതപ്പെട്ടത്. അപ്പോൾ ഇതിനെക്കുറിച്ചൊന്നും തന്നെ ഈ ടെക്സ്റ്റ് ബുക്കുകൾ പറയുന്നില്ല. ആകെ പറയുന്നത് ഗുപ്ത കാലഘട്ടം എന്ന് പറയുന്നത് വളരെ വലിയ ക്രിയേറ്റിവിറ്റിയുടെ ഒരു കാലഘട്ടമായിരുന്നുവെന്നും സുവർണ കാലഘട്ടമായിരുന്നുവെന്നും ദയാലുക്കളായിട്ടുള്ള ധാർമ്മികരായിട്ടുള്ള ജനങ്ങൾ വസിച്ചിരുന്ന ഒരു കാലഘട്ടമായിരുന്നുവെന്നുള്ള ചരിത്ര വിരുദ്ധത പറയുന്ന ഒരു ആശയമാണ് ഈ ടെക്സ്റ്റ് ബുക്കുകൾ പ്രചരിപ്പിക്കുന്നത്. ഈ ടെക്സ്റ്റ് ബുക്കിൽ ഞാനിപ്പോൾ സൂചിപ്പിച്ച അധ്യായത്തിൻ്റെ അവസാനത്തിൽ മറ്റൊരു എക്സർസൈസും കുട്ടികൾക്ക് കൊടുക്കുന്നുണ്ട്. അത് ഇതാണ്: ഗുപ്ത സാമ്രാജ്യത്തിൽ താമസിക്കുന്ന ഒരാളിൽ നിന്ന് നിങ്ങൾക്കൊരു കത്ത് ലഭിക്കുന്നുവെന്ന് സങ്കല്പിക്കുക. കുട്ടികളോടാണ് പറയുന്നത്. കത്ത് ഇങ്ങനെ ആരംഭിക്കുന്നു: പാടലീപുത്രത്തിൽ നിന്നുള്ള ആശംസകൾ. ഇവിടത്തെ ജീവിതം സജീവവും ആവേശം നിറഞ്ഞതുമാണ്. ലൈഫ് ഹിയർ ഈസ് വൈബ്രൻറ്റ് ആൻഡ് ഫുൾ ഓഫ് എക്സൈറ്റ്മെൻറ്റ്. ഇന്നലെ മാത്രം ഞാൻ പല കാര്യങ്ങൾക്കും സാക്ഷിയായി. അപ്പോൾ വൈബ്രൻ്റ് ആയിട്ടുള്ള എക്സൈറ്റ്മെൻറ്റ് ജനിപ്പിക്കുന്ന എന്തൊക്കെ കാര്യങ്ങളാണ് ഈ കത്തിൽ പറഞ്ഞ ആൾ സാക്ഷിയായത് എന്നുള്ള കാര്യം വിവരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ എക്സസൈസ് പറയുന്നത്. എന്നിട്ട് പറയുകയാണ്: കംപ്ലീറ്റ് ദ ലെറ്റർ വിത്ത് എ ഷോർട്ട് പാരഗ്രാഫ്
ഡിസ്ക്രൈബിങ് ലൈഫ് ഇൻ ദ ഗുപ്ത എംപയർ എന്നാണ് ആ എക്സസൈസിൽ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഞാൻ ആവർത്തിച്ച് പറയുന്നത് പോലെ തന്നെ ഗുപ്ത കാലഘട്ടം ഒരു സുവർണ കാലഘട്ടമായിരുന്നുവെന്നും അവിടെ ജാതീയവും ലിംഗപരവുമായിട്ടുള്ള അടിച്ചമർത്തലുകൾ ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല എന്നും ഉള്ള ചരിത്ര വിരുദ്ധതയാണ് ഈ എക്സസൈസിലൂടെ തന്നെ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. പക്ഷേ ഇത് നമുക്ക് സുൽത്താനേറ്റ് കാലഘട്ടത്തെക്കുറിച്ചോ അക്ബറിൻ്റെ ഭരണത്തെക്കുറിച്ചോ ഈവൻ മൗര്യ കാലഘട്ടത്തെക്കുറിച്ചോ ഉള്ള പാഠഭാഗങ്ങളിൽ ഇത്തരത്തിലുള്ള എക്സസൈസുകൾ നമുക്ക് കാണാനായിട്ട് സാധിക്കില്ല എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അപ്പോൾ ഇതിൻ്റെ പിന്നിലുള്ള വളരെ വ്യക്തമായിട്ടുള്ള ഗൂഢ ലക്ഷ്യം, അത് വർഗീയപരമായിട്ടുള്ള ജാതീയമായിട്ടുള്ള ലക്ഷ്യം നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്.